ഹലോ, 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയെടുത്താലോ? പാല്, കസ്റ്റേർഡ് പൗഡർ, പഞ്ചസാര. ഇത് മാത്രം മതി കേട്ടോ. ആദ്യം ഈ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ കറക്റ്റായിട്ടാണ് വന്നത്. പിന്നെ കരിഞ്ചു പോകും എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്ലെയിം ഒന്ന് കുറച്ചപ്പം ഇത് കല്ലുപ്പ് മാതിരിയായി. ഞാൻ വിചാരിച്ചു ഇത് കൊളായിന്ന്. പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തപ്പം പെട്ടെന്നായി. അപ്പോൾ ഫ്ലെയിം കൂട്ടിയാലും കൈവിടാണ്ട് ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി, അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട, ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പാൽ ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി ഈ പഞ്ചസാര പാലിലേക്ക് മെൽറ്റ് ആവുന്നവരെ ഒന്ന് കാത്തിക്കാം. പാൽ ചേർത്തിട്ട് നമ്മൾ കാരമൽ ചെയ്ത പഞ്ചസാര കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കയ്യിൽ നിന്ന് പോയിന്ന്. പേടിക്കണ്ട, കൊളായിട്ടില്ല. അത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മെൽട്ടായി വന്നോളൂ. ഇനി 6 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ പാലൊഴിച്ചിട്ട് കട്ടിയില്ലാണ്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. വലിയ സ്പൂണാണെങ്കിൽ 3 മതി. ഇനി പാലിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒഴിക്കുന്ന ടൈമിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പഞ്ചസാര നോക്കിയിട്ട് വേണമെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ കൂളാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവർനൈറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നിങ്ങൾക്കത് പറ്റൂല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ പുഡിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ എങ്ങനെ, നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കിയല്ലേ? അപ്പോൾ ശരി, ബൈ.